ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ചെയ്യാൻ പോകുന്ന റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള നല്ല തിക്കായിട്ടുള്ളൊരു മുട്ട ഗ്രേവി റെസിപ്പിയാണ്. കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്തൊന്ന് സപ്പോർട്ട് കൂടി ചെയ്തിരിക്കണേ. പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ കിട്ടാൻ വേണ്ടി ബെൽ ബട്ടണിൽ ഓൾ ഓപ്ഷൻ കൂടി ഒന്ന് ഓണാക്കി വെക്കാൻ വേണ്ടി മറക്കരുത്. കടായിൽ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. കനം കുറഞ്ഞരിഞ്ഞ ഒരു സവാള ഇട്ടൊന്ന് വഴറ്റിയെടുക്കണം, ഒന്ന് ബ്രൗൺ ആക്കി എടുക്കണം. നന്നായിട്ടൊന്ന് വഴന്നതിന് ശേഷം കാഷ്നട്ട് കശുവണ്ടി ചേർത്തിട്ടുണ്ട്. 8-9 എണ്ണം ചേർത്തിട്ടുണ്ട്. ഒരുപാട് ചേർക്കേണ്ട ആവശ്യമില്ല, 1-2 എണ്ണം കുറഞ്ഞാലും കുഴപ്പമില്ല. ഉപ്പ് ചേർത്ത് വഴറ്റരുത്. ഉപ്പ് ചേർത്ത് കഴിയുമ്പോൾ സവാളയുടെ കനം കുറഞ്ഞ ഭാഗമെല്ലാം പെട്ടെന്ന് അങ്ങ് കറുപ്പായി പോകും. ഇത് ഒരേപോലെ ബ്രൗൺ ആക്കി കിട്ടണം. ഈ ഒരു പരുവത്തിൽ കിട്ടിയിട്ടുണ്ട്. ഉപ്പ് ചേർക്കാതെ തന്നെ ബ്രൗൺ ആക്കി എടുക്കണേ. ഇതിനെ ഒരു പാത്രത്തിലോട്ട് മാറ്റിയെടുക്കാം. ഇതിൽ 1 സ്പൂൺ പെരിഞ്ചീരകം ചേർത്തിട്ടുണ്ട്. നന്നായിട്ട് അരച്ചെടുക്കണേ. ആദ്യമേ ഒന്ന് വെള്ളം ചേർക്കാതെ അരച്ചതിന് ശേഷം പിന്നെ കുറേശ്ശെ വെള്ളം ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് പേസ്റ്റാക്കി എടുക്കണം. കടയിൽ ബാക്കി ഉണ്ടായിരുന്ന എണ്ണയ്ക്കകത്തോട്ട് 1 വഴനയില, 1 പട്ട, 4 ഗ്രാമ്പൂ, 3 ഏലക്ക, ചെറിയൊരു കഷ്ണം കൽപ്പാസിയാണ്, കുറച്ച് കുരുമുളക് മുഴുവനായിട്ടിരിക്കുന്നത്, പൊടിക്കാതെ ഇട്ടിരിക്കുന്നത്. ഇത് ഒരുപാടുണ്ട്. ഇത് ഇച്ചിരി തന്നെ അല്പം കൂടുതലായി പോയിട്ടുണ്ട്. ഇത്രയും ഇടരുത്, ഇത് ഗ്രേവിക്കകത്ത് കിടന്ന് കടിക്കും. അത് ചിലർക്ക് ഇഷ്ടപ്പെടത്തില്ല. വളരെ കുറച്ച് ഒന്നുകിൽ ഇടുക, ഇല്ലെങ്കിൽ കുരുമുളക് അവോയ്ഡ് ചെയ്യാവുന്നതാണ്. കനം കുറഞ്ഞരിഞ്ഞ സവാള ഇട്ടിട്ടുണ്ട്. ശകലം ഉപ്പൂടെ ചേർത്ത് വഴറ്റിയെടുക്കുക. സവാള നന്നായി വഴന്നതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ടുണ്ട്. പേസ്റ്റ് ഇല്ലെന്നുണ്ടെങ്കിൽ ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞതും വെളുത്തുള്ളി നന്നായിട്ട് ചതച്ചും ചേർക്കുക. ഇതിൻ്റെ പച്ച ടേസ്റ്റ് പോകുന്ന രീതിയിൽ വഴറ്റിയെടുക്കുക. ഇത് നന്നായിട്ട് വഴന്നിട്ടുണ്ട്. ഇനി ഒരു 2 മീഡിയം സൈസ് തക്കാളിയാണ് ചേർക്കുന്നത്. ഇതിനൊന്നും പ്രത്യേകിച്ച് അളവില്ല, ഗ്രേവിക്ക് അനുസരിച്ച് ചേർക്കാവുന്നതാണ്. ഇത് ഞാൻ ചേർത്ത ഒരളവ് പറയുന്നത് മാത്രം. മഞ്ഞൾപ്പൊടി ഇട്ട് തക്കാളി ഒന്ന് വഴറ്റിയെടുക്കണം. സിമ്മിലിട്ട് മൂടി വെച്ചാൽ മതി. തക്കാളി പെട്ടെന്ന് വഴന്ന് കിട്ടും. തക്കാളി നന്നായിട്ട് വഴന്നിട്ടുണ്ട്. എണ്ണയൊക്കെ ഇങ്ങനെ തെന്നി മാറുന്ന ഒരു സ്റ്റേജ് വന്നിട്ടുണ്ട്. ഇനി വേണം പൊടി ചേർക്കാനായിട്ട്. 1 സ്പൂൺ മുളക് പൊടിയും 1 സ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്തിട്ടുള്ളത്. രണ്ടും ഒരേ അളവിൽ ചേർക്കണം. ഇത് കാശ്മീരി ചില്ലി പൗഡറാണ് ഉപയോഗിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് എരിവ് ആവശ്യമാണെന്നുണ്ടെങ്കിൽ മറ്റേ മുളക് പൊടി ചേർക്കാവുന്നതാണ്. ഇതിൻ്റെ പച്ചപ്പൊടിയുടെ ഒരു വാസന, ഒരു ടേസ്റ്റൊക്കെ ഒന്ന് മാറണം. ഒന്ന് ഇളക്കിയെടുക്കുക. എണ്ണയിൽ കുറച്ച് വെള്ളം ചേർത്തൊന്ന് വഴറ്റിയെടുക്കാമെങ്കിൽ പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറിക്കിട്ടും. ഇങ്ങനെ എണ്ണയിൽ ഇങ്ങനെ തെന്നി മാറുന്ന ഒരു സ്റ്റേജ് നന്നായിട്ട് വഴന്നിട്ടുണ്ട്. അതിനുശേഷം പേസ്റ്റ് ചേർക്കുക. കുറച്ച് വെള്ളം കൂടെ ജാറിലൊഴിച്ച് മിക്സാക്കി എടുക്കുക. നന്നായിട്ട് മിക്സാക്കിയിട്ടുണ്ട്. ഇനി ഉപ്പൂടെ ചേർക്കുക. കുറച്ച് പച്ചമുളക് ചേർത്തിട്ടുണ്ട്. 2 എണ്ണം കീറിയിട്ടിട്ടുണ്ട്. പച്ചമുളകിൻ്റെ ടേസ്റ്റ് വേണം താനും, ഒരുപാട് എരി ആവശ്യമില്ല. അതുകൊണ്ട് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ചേർക്കാവുന്നതാണ്. ഇനി ഫൈനലായിട്ട് നമുക്ക് ഗ്രേവിക്ക് ആവശ്യമുള്ള വെള്ളമാണ്. കുറച്ച് വെള്ളം ചേർത്താൽ മതി. ഇതൊരു തിക്ക് ഗ്രേവിയാണ്. അതുപോലെ തന്നെ ചൂട് കട്ടിയുള്ള പാത്രത്തിൽ ചെയ്യാൻ ശ്രമിക്കുക. ഇല്ല എന്നുണ്ടെങ്കിൽ നോൺ സ്റ്റിക്ക് പാത്രത്തിൽ ചെയ്യണേ. കാരണം കുറച്ച് നേരത്തെ ഇത് സിമ്മിലിട്ട് മൂടി വെച്ച് കുക്ക് ചെയ്യണം. അതുകൊണ്ട് ചൂട് കട്ടിയുള്ള പാത്രം എടുക്കുക. അടിക്ക് പിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം കറിവേപ്പിലയും നിങ്ങൾക്ക് മല്ലിയില ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അതുകൂടെ ചേർത്ത് ഒന്ന് നന്നായിട്ട് ഇളക്കിയെടുക്കുക. ഈ സമയത്ത് ഉപ്പൊക്കെ ചെക്ക് ചെയ്യാവുന്നതാണ്. ഇട്ടൊന്ന് സിമ്മിലിട്ടൊന്ന് കുറച്ച് നേരത്തിന് മൂടി വയ്ക്കുക. മുട്ട ബോയിൽ ചെയ്ത മുട്ട കുറച്ച് എണ്ണ ഒഴിച്ച് മുളക് പൊടിയുടെ ഇട്ടതിന് ശേഷം അതിനെ പാത്രത്തിലിട്ടൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. ഈ സ്റ്റെപ്പ് വേണമെന്നുള്ളവർക്ക് മാത്രം ചെയ്താൽ മതി, ഇല്ലെങ്കിൽ ഡയറക്റ്റ് ബോയിൽ എഗ്ഗ് ചേർത്താലും മതിയേ. എണ്ണയൊക്കെ കുറച്ച് തെളിഞ്ഞിട്ടുണ്ട്. ഗരം മസാല ചേർക്കാം. പട്ട, ഗ്രാമ്പൂ, ഏലക്ക, പെരിഞ്ചീരകം പൊടിച്ചാണ്. ടൊമാറ്റോ സോസാണ് ഒഴിക്കുന്നത്. 1 സ്പൂൺ അല്ലെങ്കിൽ 3/4 സ്പൂൺ ചേർത്താൽ മതി. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഇളക്കിയെടുക്കുക. ഇത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. എണ്ണയൊക്കെ അങ്ങ് താന്നു പോയിട്ടുണ്ട്. ഇത് സെൻറ്ററിലോട്ട് മസാലയെല്ലാം ചേർത്ത് വെച്ചതിന് ശേഷം മുട്ട ഒന്ന് നീട്ടി പെറുക്കിയിടുക. സിമ്മിലിട്ട് വേണം മൂടി ബാക്കി വേവിക്കാൻ വേണ്ടി. ഈ ഗരം മസാലയുടെ ടേസ്റ്റ് എല്ലാം ഒന്ന് വെളി വരണം. ഇടയ്ക്കിടയ്ക്കൊന്ന് തുറന്ന്
ചൂട് ചേർത്തൊന്ന് ഇളക്കി കൊടുക്കുക. ഒത്തിരി ഇട്ട് ഇളക്കേണ്ട കാര്യമില്ല. ചൂട് ചേർത്തൊന്ന് ലൈറ്റായിട്ട് ഇളക്കി കൊടുത്തിട്ട് വീണ്ടും കുറച്ച് ചേർത്തൊന്ന് സിമ്മിലിട്ട് മൂടി വയ്ക്കുക. ഇനിയും കുറച്ചുകൂടി മല്ലിയിലയും കറിവേപ്പിലയും നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ചേർക്കാവുന്നതാണ്. ഇലയുടെ ഫ്ലേവറൊക്കെ ഒന്ന് വരാൻ വേണ്ടി ഒന്നുകൂടി ഒരു 2 മിനിറ്റ് നേരത്തെ ഒന്ന് സിമ്മിലിട്ട് മൂടി വയ്ക്കാം. അതായത് മാക്സിമം വെള്ളം പറ്റിയിട്ടുണ്ട്. എണ്ണ ഇങ്ങനെ ബബിൾ പോലെ വെളിയിൽ വരാൻ തുടങ്ങിയിട്ടുണ്ട്. മാക്സിമം എണ്ണ വെളിയിൽ വന്നിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജ് ആകുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യുക. നല്ലൊരു റെസിപ്പിയാണ്, ട്രൈ ചെയ്ത് നോക്കുക. കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ സമയമുള്ളവരാണെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ലൈക്കെങ്കിലും ഒന്ന് തന്നിട്ട് പോണേ. Thank you for watching.